ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെല്ലാഞ്ചിറ ആയുർവേദ ഗ്രൂപ്പ് പ്രസൻസ് ടിപ്പുവിൻ്റെ മണ്ണിലേക്ക് ഒരു ഉല്ലാസയാത്ര. ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ്. ഇവിടെ നമ്മൾ വെല്ലാഞ്ചിറ ആയുർവേദ ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റൽ കമ്പനി സ്റ്റാഫുകളെല്ലാം ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാം കേട്ടോ. മൈസൂരിലേക്കാണ് പോകുന്നത്. അപ്പം സമയം ഇപ്പോൾ 2:30 മണിയാണ്. 3 മണിക്ക് നമുക്ക് യാത്രയാണ്. ബസ്സും കാര്യമൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാപ്പുദേശ് വെല്ലാഞ്ചിറ ആയുർവേദ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് സംഭവം പോകുന്നത്. സ്റ്റാഫ് ടൂറാണ്. അപ്പോൾ ഞാനുണ്ടായിരുന്നു, വണ്ടൂർ ബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഞാനുണ്ടായിരുന്നു. ഞാനൊരു പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വണ്ടി കയറിയോടെ തന്നെ അവരുടെ പേര് കാര്യങ്ങളൊക്കെ വിളിച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഹാജർ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ അതിന് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്തിരിക്കാനും മറക്കരുത്. നമ്മുടെ കൂടെ ലൈഫ് ഓഫ് നിയാദൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നേരെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ സൂ, അവിടെ പോവാം. ശരിയാവില്ലല്ലോ. നമ്മുടെ ടീമൊക്കെ ബ്രേക്ക് കിട്ടും. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കൗണ്ടർ ഉണ്ട്. ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസ് നോക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് വരുന്നത്. ബ്രെഡ് ഉണ്ട്, ദോശ ഉണ്ട്, പൂരി ഉണ്ട്, ഇഡലി ഉണ്ട്, ഭാജി, ഉപ്പുമാവ്, സാമ്പാർ എല്ലാം സെറ്റാണ്. വാഷ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്? നല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. കഴിച്ചിട്ട് നമുക്ക് ബാക്കി നേരെ സൂവിലേക്ക് പോട്ടെ. എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സൂവിലേക്ക് കയറാൻ പോവാണ്. സൂ അവിടെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നേരെ കയറി ഇറങ്ങിയാൽ അപ്പുറത്തെത്താൻ പറ്റും. എല്ലാവരും ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് എന്താകുമെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ആ ഓപ്പോസിറ്റ് കാണാണ് സൂ. ഇവിടെ അണ്ടർ പാസേജ് ആണ്. ഫുൾ ചെക്കൊക്കെ ചെയ്തിട്ട് ഇതിൽ വേണം അപ്പുറം പോകാൻ. നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൂടെ പുറത്തിറങ്ങിയിട്ട് അവിടെ നമ്മളെ ഉള്ളിലെത്തുമ്പോൾ സാധാരണ ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസ് ഒക്കെ വരുന്നത്. സൂ സ്റ്റാച്ചു ഒരു ഗ്രൂപ്പ് ഫോട്ടോത്തിന് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടോ. ഉള്ളിലേക്ക് എൻട്രൻസ് ആയിട്ടോ. അതിൻ്റെ മാപ്പ് ഉണ്ട്, ഒരു ലോകം തന്നെയാണ്. എല്ലാവരും അവരാരോ വഴിക്ക് പോവും. ലാസ്റ്റ് ജിറാഫിൻ്റെ ഏരിയയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടാനാണ് തീരുമാനം. ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷികളെ കണ്ടുപോയി. ലംബോക്കി ഇതേ പ്രായമുള്ള മയിലാട്ടോ. ഉള്ള മയിൽ വയസ്സായതല്ലേ. എന്ത് കാട്ടുന്നു? വേറെ ചെന്നുണ്ടില്ലേ? AK-47 സൗണ്ടാണ് ഇവിടെ. ഇതുണ്ട് സിനിമ. ഇതാണ് മെക്കാവോ. ഇതിന് ഫ്രണ്ട് ഗ്ലാസ്. ആ, നെറ്റിൻ്റെ ഉള്ളിൽ ക്ലിയറിറ്റി കാണില്ലല്ലേ. മറക്കില്ല, ഫ്രണ്ട് മാത്രം ഗ്ലാസ് ഇല്ല. ആ ശരി. അടുത്തത് ഇവിടെയാണ് ഭയങ്കരമായിട്ടുള്ള പുലികളുള്ളത്. പുലികൾ 2 തരമുണ്ട്. ഇതും പോയി നോക്കാം. അവിടെ കിടക്കുന്നത് 2 ഉണ്ടല്ലേ. ഇന്ന് മുകളിലാക്കണ. ഇതിലാണ് നമ്മളെ ടൈഗർ വാലുള്ളത്. അവിടെ ആ മരത്തിന്റെ ബാക്കിൽ കടന്നുറങ്ങുന്നുണ്ട്. ഇതിന്റെ മറവിലാണ്, തോന്നില്ല.
இங்கொராள் இருக்கு. சிங்கம் சிங்கம் തീപ്പൊരി സിംഗം. അവിടെ മയങ്ങി കിടക്കുക. മഡാട്ടാസ്കൃത രാജാവാട് ഇരിക്കണ്ട മഡാട്ടക്ക്. എന്താ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇത്രയും ദൂരം സമയം വേമ്പോര്. ഇതിനുള്ളിൽ സിംഹാലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എവിടെയും കാണില്ല അല്ലേ. തൽക്കാലം ഫോട്ടോ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളിട്ടോ. ഇവിടെ കുറെ കുരങ്ങന്മാരെ കാണാട്ടോ. കാണുന്നുണ്ടോ? കച്ചറൊന്നുമില്ല കേട്ടോ. ഒരു ചുറ്റുള്ള ഓപ്പൺ ഏരിയ കേട്ടോ. പക്ഷികളൊക്കെ കമ്പായിട്ട് പറന്നു പോയത്. അങ്ങനെ നമ്മള് നടന്ന് ഏകദേശം എത്ര കിലോമീറ്ററാണ്? 4 കിലോമീറ്റർ നടന്ന് നമ്മള് ഫൈനൽ ഡെസ്റ്റിനേഷനായ ജിറാഫിന്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് പുറത്ത് അവിടെ വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. എല്ലാവരും അവിടെ വരും. എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ നേരെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി അടുത്ത നമ്മളെ പാലസ് വാങ്ങി ഇറങ്ങാൻ ഏരിയ അറിയാം. നടന്ന് ഒരു വിധമായി. ഫുഡ് കഴിക്കാൻ നമ്മൾ വീണ്ടും നമ്മുടെ രാവിലത്തെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി, അവിടെ സാലഡ്സ് ഒക്കെ ഉണ്ട്. വെറും ചോറ് വണ്ടികൾക്ക് അതും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത പാലസ് കാണും പോട്ടെ. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം. അതാണ് നമ്മൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാവരും കഴിക്കുന്നുണ്ട്. ഓക്കെ, ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിട്ടോ. സൈഡത്തെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ആൾ പോയിട്ടുണ്ട്. നമ്മളോട്ട് ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 1:50 2:50 നമുക്ക് പുറത്തിറങ്ങിയാലേ നമുക്ക് അടുത്ത സ്പേസൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും വന്നുകൊണ്ട് നിൽക്കണുള്ളൂ. The Kannada version of the show was projected. നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഫോട്ടോ സെഷന് വേണ്ടി എല്ലാവരും വന്നോട്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്രെയിം നോക്കിയിട്ട് കറക്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി അകത്തേക്ക് കയറിയിട്ട് അകത്ത് ഫോൺ അലോഡ് ആവില്ല. ഉള്ളിൽ കയറി വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പ് കയറിയതാണ്. പക്ഷേ ഓരോ തവണ കയറുമ്പോഴും ഒരു അത്ഭുതമാണ്. ഭയങ്കര തിരക്കട്ടോ. ആ അതുണ്ടോ?
അപ്പോൾ നമ്മൾ ഉള്ളു മുഴുവൻ കണ്ട് പുറത്തിറങ്ങിട്ടോ. എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നേരെ ശ്രീലങ്ക പട്ടണത്തിലേക്കാണ് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.